ആദ്യ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിനാണ് മുൻതൂക്കമെന്നാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പറയുന്നത്. കേരളത്തിൽ വ്യാപകമായ അതിക്രമം നടന്നുവെന്നും കള്ളവോട്ട് ആക്രമവും ഉണ്ടായി എന്നും KC വേണുഗോപാൽ അല്പം മുമ്പ് നടന്ന ഇപ്പോഴും തുടർന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നു. റോഷിപാൽ UDF-ൻ്റെയും ആദിൽ പാലോട് LDF-ൻ്റെയും VS രഞ്ജിത്ത് BJP-യുടെയും അവലോകനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, UDF-ൻ്റെ പ്രതീക്ഷ 20-ൽ 20 ആണ് എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ തന്നെയും ഉറപ്പിച്ച മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നികേഷ്, ഇപ്പോഴും UDF നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ 20-ൽ 20 എന്ന ആത്മവിശ്വാസത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു. അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു. കാരണം സർക്കാരിനെതിരെയുള്ള കടുത്ത വികാരമുണ്ട്. UDF-ന് ഈ തവണ വലിയ വിജയം നൽകണമെന്ന് വോട്ടർമാർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് കൃത്യമായി UDF-ന് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും UDF-ന് അനുകൂലമാണെന്ന അവകാശവാദം ഇപ്പോഴും UDF നേതൃത്വത്തിനുണ്ട്. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള തുടക്കം മുതൽ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ആശങ്കയുള്ള ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ആലത്തൂരായിരുന്നു. അതിൽ മാവേലിക്കരയുണ്ട്. ഒപ്പം പത്തനംതിട്ടയൊക്കെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് മാറി മറഞ്ഞു. പ്രചാരണം സജീവമായതോടെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കൂടി കൈവിട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങൾ, അത് ഒന്ന് ആറ്റിങ്ങൽ, രണ്ടാമത്തേത് തിരുവനന്തപുരം. രണ്ടിടങ്ങളിലും ത്രികോണ മത്സരം വലിയ ആവേശത്തിൽ നടന്നു. അതിൽ പല ഘടകങ്ങളും അത് തിരിച്ചടിയാകുമെന്ന ചില ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ UDF നേതാക്കളുടെ പ്രതികരണം. മറ്റൊന്ന്, ഇന്നലെ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ്. അതിൽ ഇന്ന് KC വേണുഗോപാൽ അടക്കം പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDF അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ നേതാക്കളടക്കം ശ്രമിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ച് വോട്ടിങ്ങിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഒരു തരത്തിൽ ഏതെങ്കിലും തിരിച്ചടി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു മറുപടി, അതൊരു വിശദീകരണമായി, ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് UDF-ന് ഇപ്പോഴുമുള്ള പ്രതീക്ഷ, സർക്കാരിനെതിരെയുള്ള വികാരം, അതിനപ്പുറത്തേക്ക് മതന്യൂനപക്ഷങ്ങൾ ഒപ്പം നിന്നു എന്ന ഒരു വിലയിരുത്തലുമാണ്. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മലബാറിൽ ഒന്നാകെ UDF-ന് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും UDF നേതൃത്വം വിശദീകരിക്കുന്നത്. അതിന് കുറേ ഘടകങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ തവണയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ അത്രത്തോളം ഒരു വികാരമില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. BJP വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. അതൊക്കെ മതന്യൂനപക്ഷങ്ങൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ഘടകമായി ചൂണ്ടിക്കാണുന്നു. ഏറ്റവും വലിയ മത്സരം നടന്ന മറ്റൊരു മണ്ഡലമായ തൃശ്ശൂരിൽ പോലും K മുരളീധരൻ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. വലിയ ആശങ്കയായി ഇപ്പോഴുമുള്ളത് ആലത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളാണ്. മറ്റൊന്ന്, ഈ ബെന്നി ബെഹനാൻ മത്സരിച്ച മണ്ഡലത്തിൽ പോലും അവിടെ 2020 വെല്ലുവിളിയാകില്ല എന്ന് നേതാക്കൾ പറയുന്നു.